ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ മാത്സ് പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമൻറ്റ് വായിച്ചു നോക്കി, ഈ ഒരു കമൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചാവും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ഇടുക, എങ്ങനത്തെ വീഡിയോസ് വേണം എന്നുള്ളത് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്സ് ലാബിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ 10th IT എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മോഡലിൻ്റെ കേട്ടോ എക്സാം. നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടർ ലാബിൽ കയറും, മാത്സ് ലാബിൽ കയറി ചെല്ലും, എന്നിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാവും. നമ്മുടെ റോൾ നമ്പറിനനുസരിച്ചായിരുന്നു ഞങ്ങളെ സ്കൂളിൽ. അതിന് നമ്മൾ അവിടെ പോയിരിക്കുക, എന്നിട്ട് കമ്പ്യൂട്ടർ ലോഗ് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർക്ക് എത്തും കേട്ടോ. അവിടെ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് എത്തും. നമ്മൾ എങ്ങനെയാണോ 10th IT എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു, പക്ക അതാണ്. പിന്നെ കുറച്ച് ഡൊമൈനും റേഞ്ചും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതിനൊക്കെ ഒരു പേപ്പർ ഉണ്ടാവും. നമ്മൾ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടാവും. നമ്മളതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ആപ്ലറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഗ്രാഫും കാര്യങ്ങളും വരയ്ക്കാനുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഡൊമൈനും റേഞ്ചും എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഏരിയാസ് എഴുതാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടാവും. എല്ലാ ക്വസ്റ്റിനും നമ്മൾ അതിൻ്റെ ആൻസർ എഴുതും. നമ്മൾ ഒന്നിലത് ഒബ്സർവ് ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ആപ്ലറ്റ് ക്രിയേറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ ആപ്ലറ്റ് ഈസ് ക്രിയേറ്റഡ്, അതിൻ്റെ ഡൊമൈൻ എഴുതുക, റേഞ്ച് എഴുതുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. ക്വസ്റ്റ്യനിലുള്ള പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ, നല്ല എളുപ്പമുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല കേട്ടോ. മാത്സ് ലാബ് നല്ല എളുപ്പമാണ്. അതിൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അതിൽ തന്നിട്ടുണ്ടാവും. നമ്മളത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞിട്ട് 0th ലാബ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. എന്തൊക്കെയാണോ ഇൻപുട്ട് ബാറിൽ അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √x SQRT x എന്ന് അടിച്ചു കൊടുത്താൽ മതി, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ മോഡുലസ് ആണെങ്കിൽ ABS അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നൽ ഫംഗ്ഷൻ ആണെങ്കിൽ SIGN ബ്രാക്കറ്റിൽ X അടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ കേട്ടോ ഓരോന്ന് ചെയ്തേണ്ടത്. ആ ഒക്കെ ബേസിക് കൺസെപ്റ്റിൽ ലാബ് 0th നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോവുക. വേറെ പ്രത്യേകിച്ച് അതിൽ പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാതും പ്രൊസീജിയറിൽ തരും. അത് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് തരുന്ന പേപ്പറിൽ എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമുണ്ടായത്. രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ 10th എങ്ങനെയാണോ IT എക്സാം എഴുതിയിട്ടുണ്ടായത്, രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുന്നു, നമ്മൾ നേരെ കയറുന്നു. അതിൽ ടൈം ഇങ്ങനെ കാണിക്കും, അതിൻ്റെ സൈഡിൽ കറണ്ട് ക്വസ്റ്റ്യന് അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് 10th IT എക്സാം അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല എളുപ്പമുണ്ട്. ഇനി നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്കൂളിൽ മോഡൽ എക്സാം സമയത്ത് പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ മേ ബി. അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊസീജിയറും കാര്യങ്ങളും തരുന്നതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മാത്സ് ലാബിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഇത്രേ പറയാനുള്ളൂ. ഉറപ്പായിട്ട് ഡൊമൈനും റേഞ്ചും ഒക്കെ പിന്നെ കാണാൻ അറിയണം കേട്ടോ. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആക്കാനുള്ളതൊക്കെ. എനിക്ക് ഈ ഡൊമൈൻ ആൻഡ് റേഞ്ചിൽ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ അങ്ങനെ ഇട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും ചെറിയൊരു കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ കാണാത്തൊരു തരം ഗ്രാഫായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഗ്രാഫും ഡൊമൈനും റേഞ്ചും ഒക്കെ നല്ല രീതിയിൽ അറിയുന്നവർക്ക് പക്കായിട്ട് എളുപ്പത്തിൽ എഴുതാൻ പറ്റും കേട്ടോ. എനിക്ക് അത് കുറച്ചും കൂടെ ഒന്ന് ആക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. കാരണം ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സുവോളജിയുടെ PDF വേണമെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബയോളജീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 300+ വ്യൂസ് ആയിട്ടുണ്ട്. അതൊരു 500+ വ്യൂസ് ആവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതിരിക്കും. ബൈ. ദിസ് ഈസ് അവിനൻ സൈനിങ് ഔട്ട്.